എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പലപ്പോഴും മുറിയിൽ കയറുമ്പോൾ ലൈറ്റ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെ മറന്നു പോകാറുണ്ട്. അങ്ങനെ ദിവസേന ചെറിയ രീതിയിൽ പോലും വൈദ്യുതി നഷ്ടമായി പോകാറുണ്ട്. പക്ഷേ ഈ ഒരു ചെറിയ ഉപകരണം ഉപയോഗിച്ച് ആരെങ്കിലും മുറിയിലേക്ക് വന്നാൽ ലൈറ്റ് സ്വയം ഓൺ ആവുകയും ആരുമില്ലെങ്കിൽ സ്വയം ഓഫ് ആവുകയും ചെയ്യും. സ്വിച്ച് പോലും തൊടേണ്ട ആവശ്യം വരുന്നില്ല. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതുപോലുള്ള ഒരു സ്മാർട്ട് ഉപകരണമാണ്. 5 വോൾട്ട് മുതൽ 24 വോൾട്ട് DC ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന PIR മോഷൻ സെൻസർ ആണിത്. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ കണക്ട് ചെയ്യാം, എവിടെയാണ് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്, ഇത് യഥാർത്ഥത്തിൽ വൈദ്യുതി ലാഭിക്കുമോ, ഇതെല്ലാം വിശദമായി ഈ വീഡിയോയിൽ നോക്കാം. ഇത് 5 വോൾട്ട് മുതൽ 24 വോൾട്ട് DC ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മോഡൽ ആയതുകൊണ്ട് പ്രത്യേകിച്ച് LED സ്ട്രിപ്പ് ലൈറ്റുകൾക്കും DC ലൈറ്റിംഗ് സിസ്റ്റങ്ങൾക്കും വളരെ അനുയോജ്യമാണ്. ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വെളുത്ത ഗോളാകൃതിയിലുള്ള ലെൻസ്. ഇതാണ് ഫ്രസ്നൽ ലെൻസ്. ഇൻഫ്രാറെഡ് റേഡിയേഷൻ സെൻസറിലേക്ക് ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നത് ഇതാണ്. ഗ്രീൻ കളറിൽ കാണുന്നത് ടെർമിനൽ ബ്ലോക്ക് ആണ്. അവിടെയാണ് നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും കണക്ഷൻ കൊടുക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റിന്റെ കൂടെ ഇതിന്റെ ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷൻസ് ഒക്കെ എഴുതിയ ഒരു പേപ്പർ കൂടി ഉണ്ട് കേട്ടോ. നമുക്കിനി ഇത് എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുന്നതെന്ന് നോക്കാം. പോസിറ്റീവും നെഗറ്റീവും ഒക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സാംകോന്റെ ഒരു LED സ്ട്രിപ്പ് ലൈറ്റ് ആണ്. അപ്പൊ അതിന്റെ കണക്ഷൻസ് നമ്മളിവിടെ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് പവർ സപ്ലൈ കൊടുക്കാനായി നമ്മൾ എടുക്കുന്നത് 12 വോൾട്ടിന്റെ ഒരു DC അഡാപ്റ്റർ ആണ്. അപ്പൊ അതിന്റെ വയർ കൂടി നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പവർ സപ്ലൈ കൊടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ലൈറ്റ് ഇവിടെ കത്തിയിട്ടുണ്ട് കേട്ടോ. ആളനക്കമുള്ളിടത്തോളം നേരം ലൈറ്റ് കത്തിക്കൊണ്ടേയിരിക്കും. നമുക്കിതിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി തന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഇഷ്ടാനുസരണം കുറച്ചോ കൂട്ടിയോ വെക്കാം. നമുക്കൊരല്പം കൂട്ടി വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു ഇൻഫ്രാറെഡ് സെൻസർ ആയതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ശരീരത്തിൽ നിന്നുള്ള ഇൻഫ്രാറെഡ്, അതായത് ചൂടാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. അതായത് ഒരു വ്യക്തി മുന്നിലൂടെ നടന്നാൽ ശരീരത്തിലെ ചൂട് മാറ്റമാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഡയറക്റ്റ് സൺലൈറ്റ് ചിലപ്പോൾ സെൻസറിനെ ബാധിച്ചേക്കാം. അതുപോലെ ഫാൻ മൂവ്മെന്റും ചിലപ്പോൾ ട്രിഗർ ചെയ്യാം. ഹീറ്റർ പോലെയുള്ള ഹീറ്റ് സോഴ്സിന് സമീപം വെക്കരുത്. വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ ഔട്ട്ഡോർ മോഡൽ വേണം പുറത്ത് ഉപയോഗിക്കാൻ. ഈ ഒരു ഡിവൈസിന് നിലവിൽ മോഷൻ സെൻസർ മാത്രമേ ഉള്ളൂ. നമുക്കൊരു ഡേ നൈറ്റ് സെൻസർ കൂടി കൊടുത്താലോ? അതിനായി ആദ്യം പവർ സപ്ലൈയിൽ നിന്നുള്ള പോസിറ്റീവ് നെഗറ്റീവ് വയർ നമ്മൾ മോഷൻ സെൻസറിൽ നിന്ന് അഴിച്ചൊരു ഡേ നൈറ്റ് സെൻസറിലെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ഡേ നൈറ്റ് സെൻസറിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർക്കായ ലിങ്ക് മുകളിൽ കൊടുക്കാം. അപ്പോൾ ഡേ നൈറ്റ് സെൻസറിലേക്കുള്ള പവർ സപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൽ നിന്നുള്ള ഔട്ട്പുട്ട് എടുത്തിട്ട് മോഷൻ സെൻസറിലെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഡേ നൈറ്റ് സെൻസർ ആയിരിക്കും ആദ്യം വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും മോഷൻ സെൻസർ വർക്ക് ചെയ്യുന്നത്. നമുക്ക് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പകൽ സമയം ലൈറ്റ് കത്തില്ല. സോ നമ്മൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡിന്റെ ബോക്സ് കൊണ്ടിട്ട് ഒന്ന് മറച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഡേ നൈറ്റ് സെൻസറും മോഷൻ സെൻസറും ഒരുപോലെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ചെറിയ ഒരു ഉപകരണമായിട്ടും നമ്മുടെ ജീവിതം എളുപ്പമാക്കാൻ കഴിയുന്ന ഒരു ഡിവൈസ് ആണിത്, ഈ ഒരു മോഷൻ സെൻസർ. പ്രത്യേകിച്ച് LED സ്ട്രിപ്പ് ലൈറ്റിംഗ് ഉപയോഗിക്കുന്നവർക്ക് ഇത് വളരെ നല്ലൊരു സൊല്യൂഷൻ ആണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇത്തരം യൂസ്ഫുൾ ഇൻഫർമേഷൻ ലഭിക്കാനായി ചാനൽ ഫോളോ ചെയ്തോളൂ. താങ്ക്